കൊല്ലം ജില്ലയുടെ 75ാം വാർഷികം ഇന്ന് 2025 ജൂലൈ 1 ആഘോഷിക്കുകയാണ്. 1949 ജൂലൈ 1 തിരുവിതാംകൂറും കൊച്ചിയും ലയിപ്പിച്ച് തിരു-കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചപ്പോഴാണ് കൊല്ലം ഒരു ജില്ലയായി മാറിയത്. കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്ന ചൊല്ല് ഈ നാടിന്റെ പ്രകൃതി സൗന്ദര്യത്തെയും സമ്പന്നമായ ചരിത്രത്തെയും അടയാളപ്പെടുത്തുന്നു. കൊല്ലം ഒരു ചരിത്രപരമായ അവലോകനം. പുരാതന തുറമുഖ നഗരം കൊല്ലം കേരളത്തിലെ ഏറ്റവും പുരാതനമായ തുറമുഖ നഗരങ്ങളിലൊന്നാണ്. നൂറ്റാണ്ടുകളായി ഇന്ത്യയുടെ വാണിജ്യ ഭൂപടത്തിൽ പ്രധാന സ്ഥാനമുണ്ടായിരുന്ന ഇവിടം ഡച്ചുകാർ, അറബികൾ, ചൈനക്കാർ തുടങ്ങിയ നിരവധി വിദേശീയരുമായി വ്യാപാര ബന്ധങ്ങൾ പുലർത്തിയിരുന്നു. ഇന്നും തുറമുഖം പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏക പുരാതന നഗരമാണിത്. ദേശിങ്ങനാടും വേണാടും. പുരാതന കാലത്ത് ദേശിങ്ങനാട്, വേണാട് എന്നീ രാജ്യങ്ങളുടെ തലസ്ഥാനമായിരുന്നു കൊല്ലം. വേണാട് രാജവംശത്തിന്റെ ആദ്യകാല തലസ്ഥാനങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ഇവിടം. കൊല്ലവർഷത്തിന്റെ ഉത്ഭവവുമായി കൊല്ലത്തിന് അഭേദ്യമായ ബന്ധമുണ്ട്. 825 AD-യിലാണ് കൊല്ലവർഷം ആരംഭിച്ചതെങ്കിലും അതിന്റെ കൃത്യമായ ഉത്ഭവം ഇപ്പോഴും ചരിത്രകാരന്മാർക്കിടയിൽ ചർച്ചാവിഷയമാണ്. കശുവണ്ടി വ്യവസായം. ലോകത്തിന്റെ കശുവണ്ടി തലസ്ഥാനം എന്നറിയപ്പെടുന്ന കൊല്ലം രാജ്യത്തെ സംസ്കരിച്ച കശുവണ്ടി കയറ്റുമതിയുടെ ഏകദേശം 75% കൈകാര്യം ചെയ്യുന്നു. ആദ്യത്തെ റെയിൽവേ പാത. തിരുവിതാംകൂറിലെ ആദ്യത്തെ തീവണ്ടിപ്പാത 1902 കൊല്ലം ചെങ്കോട്ട റൂട്ടിൽ നിലവിൽ വന്നു. സ്വാതന്ത്ര്യസമര ചരിത്രം. 1938 ചരിത്രപ്രസിദ്ധമായ കടയ്ക്കൽ വിപ്ലവം നടന്നത് കൊല്ലം ജില്ലയിലാണ്. കർഷകർ നികുതിക്കും അന്യായമായ പിരിവുകൾക്കുമെതിരെ നടത്തിയ ഈ സമരം പിന്നീട് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ഒരു സായുധ പോരാട്ടമായി മാറുകയായിരുന്നു. നിവർത്തന പ്രക്ഷോഭത്തിനും കൊല്ലം ജില്ലയിൽ നിന്നുള്ള നേതാക്കൾ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. നവോത്ഥാന നായകർ ചട്ടമ്പിസ്വാമി, ശ്രീനാരായണ ഗുരു, കുമാരനാശാൻ, അയ്യങ്കാളി തുടങ്ങിയ ഒട്ടേറെ നവോത്ഥാന നായകരുടെ പ്രവർത്തന മണ്ഡലമായിരുന്നു കൊല്ലം. ഭൂമിശാസ്ത്രവും പ്രകൃതിയും. കൊല്ലം പ്രകൃതിരമണീയമായ ഒരു ജില്ലയാണ്. കായലുകൾ, പുഴകൾ, വനപ്രദേശങ്ങൾ, മലനിരകൾ, കടൽത്തീരം എന്നിങ്ങനെ എല്ലാത്തരം പ്രകൃതി ഭംഗിയും ഇവിടെയുണ്ട്. അഷ്ടമുടിക്കായൽ. ജില്ലയുടെ ഏകദേശം 30% ഭാഗം അഷ്ടമുടിക്കായലാണ്. വനപ്രദേശം. ജില്ലയുടെ ഏകദേശം 1/3 വനപ്രദേശമാണ്. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ ശെന്തുരുണി വന്യജീവി സങ്കേതം ജില്ലയിലെ തെന്മലയിലാണ്. നദികൾ കല്ലടയാർ, ഇത്തിക്കരയാർ എന്നിവയാണ് പ്രധാന നദികൾ. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തെന്മല, ജടായുപ്പാറ, പരവൂർ, പാലരുവി വെള്ളച്ചാട്ടം, കാപ്പിൽ, പുനലൂർ തൂക്കുപാലം എന്നിവ കൊല്ലത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. വാർഷികാഘോഷങ്ങൾ. ജില്ലയുടെ 75ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കൊല്ലം അറ്റ് 75 എന്ന പേരിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. വിവര പൊതുജന സമ്പർക്ക വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രദർശന വിപണന മേളയിൽ കൊല്ലത്തിന്റെ സാംസ്കാരിക പൈതൃകവും വികസന മുന്നേറ്റങ്ങളും അവതരിപ്പിക്കപ്പെട്ടു. കൊല്ലം അതിന്റെ സമ്പന്നമായ ഭൂതകാലവും തനതായ പ്രകൃതി സൗന്ദര്യവും കാർഷിക വ്യാവസായിക പ്രാധാന്യവും കൊണ്ട് കേരളത്തിന്റെ ചരിത്രത്തിലും വികസനത്തിലും നിർണായക പങ്കുവഹിച്ച ഒരു ജില്ലയാണ്. 75 വർഷത്തെ ഈ യാത്ര കൊല്ലത്തിന്റെ വളർച്ചയുടെയും മുന്നേറ്റത്തിന്റെയും പ്രതീകമാണ്.